ഓച്ചിറയിൽ പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുമെന്ന കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ വാഗ്ദാനം പാലിക്കണമെന്നാവശ്യപ്പെട്ട് 1000 കത്തുകൾ അയച്ചു. ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഓച്ചിറ പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് കത്തയച്ചത്. സഹസ്ര നിവേദന യജ്ഞം എന്ന പേരിലായിരുന്നു പ്രതിഷേധ കത്തയക്കൽ. ഓച്ചിറയിൽ പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുമെന്ന കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ വാഗ്ദാനം പാലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ 1000 കത്തുകൾ കേന്ദ്രമന്ത്രിക്ക് അയച്ചത്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് പദയാത്രയായി ഓച്ചിറ പോസ്റ്റ് ഓഫീസിലെത്തിയാണ് കത്തുകൾ അയച്ചത്. സഹസ്ര നിവേദന യജ്ഞം എന്ന പേരിലായിരുന്നു പ്രതിഷേധ കത്തുകൾ അയച്ചത്. ആക്ഷൻ കൗൺസിൽ ചെയർമാൻ മെഹർഖാൻ ചേന്നല്ലൂർ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ നമ്മോടൊപ്പം നമ്മുടെ MLA PM മഹേഷ് എപ്പോഴും സമരരംഗത്ത്. എന്നാൽ അതോടൊപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ എത്തുകയും ശ്രീമാൻ കേന്ദ്രമന്ത്രി ഗഡ്കരിയുടെ വാക്ക് ഇവിടെ അറിയിക്കുകയും, പക്ഷേ എങ്കിൽ പോലും നാളിതുവരെയായിട്ടും നമുക്ക് ശേഷം സമരം ചെയ്തു വന്ന കൊല്ലം ഭാഗങ്ങളിൽ പില്ലർ എലിവേറ്റഡ് ഹൈവേ സ്ഥാപിച്ചിട്ട് പോലും ഓച്ചിറയുടെ കാര്യത്തിൽ യാതൊരു തീരുമാനവുമായിട്ടില്ല. NHന്റെ തിരുവനന്തപുരം അതോറിറ്റിയിലും NHന്റെ ഓച്ചിറ പ്രസിഡന്റ് ഭാഗത്തുള്ള ഓഫീസിലും ബന്ധപ്പെട്ടപ്പോഴും യാതൊരുവിധ പേപ്പറുകളോ അല്ലെങ്കിൽ ഉത്തരവുകളോ ഒന്നും നമ്മുടെ ഈ NHന്റെ ഓഫീസുകളിലേക്ക് കിട്ടിയില്ലെന്നാണ്. സുഭാഷ് ഗുരുനാഥൻ തറയിൽ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. ഇത് സമയോചിതമായി നടപ്പാക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അത് അധികാരികളിലും അല്ലെങ്കിൽ മന്ത്രിതലത്തിലും ചെറിയ സമരമുറയല്ല, ഇത് അധികാരികളെ ഓർമ്മിപ്പിക്കാവുന്ന ഒറ്റ ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ ഒരു കാർഡ് അയക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും പ്രക്ഷോഭങ്ങളെക്കുറിച്ചുള്ള വിശദമായി ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇനി എല്ലാ ഹൈവേ പണിയുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. പക്ഷേ ഇത് പ്രാരംഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ള ദുഃഖസത്യവും ആ കുറ്റഭാരം നമ്മൾ തന്നെ തിരിഞ്ഞു കൊടുക്കുന്ന ഒരു അവസരത്തിലാണ്, ഇതിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മൾ ഈ സമരത്തിലേക്ക് വന്നത്. നമ്മുടെ 1ാം ഘട്ടം വിജയകരമായിരുന്നു, 2ാം ഘട്ടം വിജയകരമായിരുന്നു, 3ാം ഘട്ടമായെന്ന് വരുമ്പോഴാണ് നമ്മുടെ സമരത്തിന് ഈ സഹസ്ര യജ്ഞം എന്ന് പറയുന്ന ഈ കത്ത് അയക്കുന്നത്. അയ്യാണിക്കൽ മജീദ്, ഗീതാകുമാരി, പ്രവീൺ, സത്താർ ബാബു, കുട്ടൻ മാഷ്, ലത്തീഫ ബേബി, ഇർഷാദ്, റാഫി, സത്താർ, കൃഷ്ണൻകുട്ടി, ഈസക്കുട്ടി, ഷിഹാബ്, നൂറ്, അനിൽ, സുധീർ എന്നിവർ പങ്കെടുത്തു. ഓച്ചിറ പോസ്റ്റ് മാസ്റ്റർ രഞ്ജൻ സാമുവൽ കത്തുകൾ ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.